ഹായ് ഓൾ, നമ്മളെല്ലാവരും +1 കുട്ടികളാണല്ലേ. പല ആൾക്കാരും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും, അങ്ങനെ പ്രിപ്പയർ ചെയ്ത കുട്ടികളൊക്കെ ഉണ്ടാവും. ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ചില കോമൺ ഡൗട്ടുകളുണ്ട്. അതിൽ പെട്ട ഒരു ഡൗട്ടാണ്, സാർ ബോർഡ് എക്സാമും എൻട്രൻസ് എക്സാമും എങ്ങനെയാണ് ഞങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക? അതിൽ ഏതിനാണ് നമ്മളിപ്പോൾ ഫോക്കസ് കൊടുക്കേണ്ടത്? നമ്മൾ എൻട്രൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് എക്സാമിന് മാർക്ക് കുറയോ? അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മക്കൾ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ബോർഡ് എക്സാമിനേഷൻ. അപ്പോൾ എൻട്രൻസ് എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ബോർഡ് എക്സാമിന് മാർക്ക് വാങ്ങാൻ പ്രത്യേകിച്ച് വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അതായത് നമ്മൾ ആകെ ഒരു കാര്യം അത് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അതായത് ഹൗ ടു റൈറ്റ് ദോസ് തിങ്സ് ഇൻ ഡിസ്ക്രിപ്റ്റീവ്ലി. ഓക്കെ, എൻട്രൻസ് എക്സാമിനാകുന്ന സമയത്ത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ y² = 4ax എന്ന് പറഞ്ഞ പരാബോള, അല്ലെങ്കിൽ y² = 8x എന്ന് പറഞ്ഞ പരാബോള. ആ പരാബോളയുടെ ലെങ്ത് ഓഫ് ലാറ്ററൽ സ്ട്രക്ചർ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തെഴുതാം. എൻട്രൻസ് എക്സാമിന് 8 എന്ന് നമുക്ക് എന്താക്കാം, ഉത്തരം എടുത്തെഴുതാൻ വേണ്ടി പറ്റും, അല്ലേ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുത്തെഴുതാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് ബോർഡ് എക്സാമിനാണെങ്കിലോ, ആ y² = 8x എന്ന് പറഞ്ഞ പരാബോളയെ ഞാൻ y² = 4ax കമ്പയർ ചെയ്തിട്ട് എന്ത് വേണം, a = 2 എന്നൊക്കെ കിട്ടി. എന്നിട്ട് ലെങ്ത് ഓഫ് ലാറ്ററൽ സ്ട്രക്റ്റം = 4a. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 × 2 അല്ലേ, ലെങ്ത് ഓഫ് ലാറ്ററൽ സ്ട്രക്റ്റം = 8 എന്ന് നമ്മൾ എഴുതേണ്ടി വരും, അല്ല? അതാണ് വ്യത്യാസം. എൻട്രൻസ് എക്സാമിക്ക് നോക്കിയിട്ട് എഴുതാം, മറ്റേ 2 സ്റ്റെപ്പ് നമ്മൾ എന്താക്കണം, എഴുതണം. അപ്പോൾ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ നമുക്ക് ബോർഡ് എക്സാമിന് എക്സ്ട്രാ വരുന്ന വർക്കുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇഫ് യു ആർ സിൻസിയർലി പ്രിപ്പയർഡ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ, അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പറഞ്ഞ ഒരു സ്റ്റെപ്പ് പ്രാക്ടീസിങ് പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഡിസംബർ എക്സാമിനേഷൻ, ക്രിസ്മസ് എക്സാം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സാർ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, ബോർഡ് എക്സാം ലെവലിൽ അതിനെ റിവൈസ് ചെയ്യാം. ഓക്കെ, ബോർഡ് എക്സാം ലെവലിൽ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് ആണ് ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാവും, പക്ഷേ ബോർഡ് എക്സാമിന് അത്ര ഉണ്ടാവില്ല, അത്ര ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് കിങ്സ് ലെവൽ ബാച്ചിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, ഇത് എൻട്രൻസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് എന്താക്കിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, അതൊന്ന് എഴുതി ശീലിക്കുക. അതാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്, ക്രിസ്മസ് എക്സാം കഴിയുന്നത് വരെ. ഓക്കെ, ഇനി വൺസ് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാലോ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ടോപ്പിക്സ് ബോർഡ് എക്സാമിനേഷൻ ലെവലിൽ എന്താക്കിയിട്ടുണ്ടാവും, നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ബാക്കിയുള്ള ക്രിസ്മസ് വെക്കേഷനെ 10 ദിവസം നിങ്ങൾക്ക് എന്തുണ്ട്, സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ബോർഡ് എക്സാം ലെവലിൽ റിവൈസ് ചെയ്ത ആ ചാപ്റ്റേഴ്സിനെ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എൻട്രൻസ് എക്സാമിനേഷൻ ലെവലിൽ നമ്മൾ എന്താക്കുക, ആ 10 ദിവസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 2 കാര്യമായി. അപ്പോൾ ഇപ്പോൾ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളത് പഠിക്കുക, ഡിസ്ക്രിപ്റ്റീവ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, ആ 10 ദിവസം കംപ്ലീറ്റ്ലി നമ്മൾ എന്താക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ സമയത്ത് നമ്മൾ എന്താക്കേണ്ടത്, ചെയ്യേണ്ടത്. അപ്പോൾ സാർ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആ സമയം നമുക്ക് എന്താക്കാം, അതിൻ്റെ പ്ലാൻ ഇടാം. ഓക്കെ, നമ്മളിപ്പോൾ അപ്പോഴേ അത് ആലോചിച്ചിട്ട് എന്താ വേണ്ട, ടെൻഷൻ ആവേണ്ട. അഥവാ നിങ്ങൾക്ക് മറ്റ് സംശയങ്ങളുണ്ടോ, ബാക്ക്ലോഗ്സ് ഒരുപാട് ഉണ്ടായിപ്പോയി സാർ, എന്ത് ചെയ്യും, അതൊക്കെ എപ്പോൾ ക്ലിയർ ചെയ്യും? ഓക്കെ, അതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നൊക്കെ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് പല സംശയങ്ങളുണ്ടാവും. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ പുറകെ പോകണ്ട. ഓക്കെ, ഇപ്പോൾ ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഇപ്പോൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, മറ്റു പ്ലാനുകൾ എന്താക്കി തരാം, പറഞ്ഞുതരാം കേട്ടോ. സോ നൗ യു പ്രിപ്പയർ ഫോർ ബോർഡ് എക്സാമിനേഷൻ, ദാറ്റ് മീൻസ് ക്രിസ്മസ് എക്സാമിനേഷൻ. ഓക്കെ, ആ റൈറ്റിംഗ് സ്കില്ലൊക്കെ ഡെവലപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് നല്ല ഉഷാറായിട്ട് നമ്മുടെ വെക്കേഷൻ സമയത്ത് ആൻഡ്രോയിഡ്സ് വേണ്ടി അടിച്ച് പിന്നിച്ച് പഠിക്കുക. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഓൾ ദി ബെസ്റ്റ്.